ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകൾ, പ്രത്യേകിച്ച് US ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഏർലി മോർണിംഗ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണിലൂടെ ഓപ്പൺ ചെയ്തുകൊണ്ട് താഴോട്ടേക്ക് പോവുകയും പലപ്പോഴായിട്ട് റിക്കവറിക്ക് ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. 24,000 എന്ന ലെവലിന് തൊട്ട് താഴെ ക്ലോസ് ചെയ്തായിട്ട് കാണാം. എന്നാൽ ഇന്ന് ഏർലി മോർണിംഗ് ഫ്യൂച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിലായാലും ഗ്ലോബൽ മാർക്കറ്റിലായാലും എല്ലാം മിക്സഡ് ആണ്. അവിടെ സെല്ലിംഗ് പ്രഷർ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് നിഫ്റ്റിയിലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ റിക്കവറിക്ക് നിഫ്റ്റി നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയും അവിടെ 24,000 ക്രോസ് ചെയ്തപ്പോൾ ശക്തമായ ഒരു പാനിക് സെല്ലിംഗ് നമുക്കവിടെ പ്രകടമായി കാണുകയും ചെയ്യാം. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷങ്ങൾ കാരണം ബ്രന്റ് ക്രൂഡിൻ്റെ വില അത് 94 എന്ന ലെവലിലേക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉയർന്നേൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ US ഇറാൻ സംഘർഷങ്ങൾ കാരണം ചരക്ക് നീക്കം തടസ്സപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ റെഡ് സീയിൽ ബാബൽ മന്ദേബ് സ്ട്രേറ്റിൽ പുതിയ നാവൽ ബ്ലോക്കേഡും പുതിയ തടസ്സങ്ങളും ഒക്കെ രൂപപ്പെട്ടതായിട്ട് കാണാം. അപ്പോൾ ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂത്തി റബൽസ് അവർ സൗദി അറേബ്യക്കെതിരെ പുതിയ ഒരു നാവൽ ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ സൗദി അറേബ്യൻ പോർട്ടുകളിൽ നിന്ന് ചരക്ക് കയറ്റുന്നതും ഇറക്കുന്നതുമായ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നും ആക്രമിക്കുമെന്നും അവർ ഗ്ലോബൽ ഷിപ്പിംഗ് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ US ഇറാൻ സംഘർഷം കാരണം സ്ട്രേറ്റ് ഓഫ് ഹോർമസ് വഴിയുള്ള ആ ഒരു കയറ്റുമതി തടസ്സപ്പെട്ടപ്പോൾ സൗദി അറേബ്യ തങ്ങളുടെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ വഴി എണ്ണ ചെങ്കടലിലെ യാംബു പോർട്ടിൽ എത്തിച്ചാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ആൾട്ടർനേറ്റീവ് റൂട്ടാണ് ഇപ്പോൾ ഹൂത്തികൾ അടച്ചിരിക്കുന്നത്. അപ്പോൾ ഹൂത്തികളുടെ ഈ ഒരു മുന്നറിയിപ്പുകളെ തുടർന്ന് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും സൗദിയിൽ നിന്ന് എണ്ണയുമായി പുറപ്പെട്ട വൻകിട എണ്ണക്കപ്പലുകൾ ചെങ്കടലിൽ വെച്ച് ടേൺ എടുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ചെങ്കടലിലെ ഈ ഒരു ബാബൽ മന്ദേബ് വഴിയുള്ള യാത്ര തടസ്സപ്പെടുന്നതോടെ കപ്പലുകൾക്ക് സുയസ് കനാൽ ഉപയോഗിക്കാനാവാതെ ആഫ്രിക്കൻ ഭൂഖണ്ഡം വലം വെച്ച്, അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വലം വെച്ച് സഞ്ചരിക്കേണ്ടി വരും. ഇത് ഈ ഷിപ്പിൻ്റെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ നമ്പർ ഓഫ് ഡേയ്സ് 10 മുതൽ 14 ദിവസം വരെ നീണ്ടുപോകും. അപ്പോൾ ഈ ഫ്ലൈറ്റ് ചാർജും ഇൻഷുറൻസ് നിരക്കുകളും കുത്തനെ കൂടുകയും ചെയ്യും. ഇപ്പോൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഈ രീതിയിൽ ഷൂട്ടപ്പ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ 2 പ്രധാന ഓയിൽ റൂട്ടുകൾ ഒരേ സമയം തടസ്സപ്പെട്ടപ്പോൾ അത് ഗ്ലോബൽ മാർക്കറ്റിലെ എണ്ണയുടെ ഒരു ലഭ്യത കുറക്കുമെന്നുള്ള ഭീതി വരികയും ബ്രന്റ് ക്രൂഡ് ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുകൂടാതെ ഈക്വിറ്റി മാർക്കറ്റിലെ റിസ്ക് വർദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ US ഡോളർ ഇൻഡെക്സ് ഒക്കെ 101 മുകളിലേക്ക് ഉയർന്നതായിട്ട് കാണാം. കൂടാതെ 10 years ട്രഷറി ബോണ്ട് ഈൽഡ് ഉയർന്നതായിട്ടും കാണാം. അവിടെ 4.6 എന്ന ലെവലിലേക്ക് അത് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് FIIസിൻ്റെ മേലെ ശക്തമായ സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കും. കൂടാതെ ഗോൾഡ് അതിൻ്റെ മുന്നേറ്റം തുടരുകയാണ്. ഇപ്പം ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $4,100 പെർ ഔൺസ് എന്ന ലെവലിലേക്ക് അത് ഉയർന്നതായിട്ട് കാണാം. കൂടാതെ ഈ ഡോളർ ഇൻഡെക്സ് ശക്തമായപ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഇടിയുകയും രൂപ കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ നെഗറ്റീവായ ഗ്ലോബൽ ക്യൂസിൻ്റെ ഇടക്കാണ് ഇന്ന് 24,000 ലെവലിൽ ഒരു ബുൾസും ബിയേഴ്സും തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാർ നമ്മൾ കാണുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള മാർക്കറ്റ് ബ്രെഡ്ത്ത് വളരെ വീക്കാവുകയും 31% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 64% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആകെ പിടിച്ചു നിന്ന സെക്ടേഴ്സ് നമ്മൾ കാണുന്നത് FMCGയും ഓട്ടോയും മാത്രമാണ്. അവിടെ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ക്ലോസിംഗ് കാണാം. കൂടാതെ ബാങ്കിങ് സ്റ്റോക്കുകളിലുള്ള ആ ഒരു ഇടിവ് അത് ശക്തമായിട്ട് തുടരുകയാണ്. അപ്പോൾ സാധാരണ ഇത്തരം ഘട്ടങ്ങളിൽ ഫാർമ സ്റ്റോക്കുകൾ ഒരു ഡിഫെൻസീവ് സ്റ്റോക്ക് എന്നുള്ള നിലക്ക് ഒരു സേഫ് ബെറ്റ് എന്നുള്ള നിലക്ക് ഉയരാറുണ്ട്. പക്ഷേ അവിടെയും ശക്തമായ നെഗറ്റീവ് ന്യൂസുകളാണ് നമ്മൾ കാണുന്നത്. കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ ജനറിക് മരുന്നിൻ്റെ ആ ഒരു താരിഫ്, ആ ഒരു പോളിസി ഇന്ത്യൻ ഫാർമ സ്റ്റോക്കിൽ വമ്പിച്ച ഇടിവിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വഴി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ 2026 ഓഗസ്റ്റ് 1 മുതൽ അടുത്ത 2 വർഷത്തേക്ക് US ജനറിക് മരുന്നുകളുടെ ആ ഒരു ഇമ്പോർട്ടിന് 0 താരിഫ് ആയിരിക്കും. എന്നാൽ 2028 ഓഗസ്റ്റ് 1 മുതൽ, അതായത് കൃത്യമായിട്ട് 2 വർഷത്തിന് ശേഷം ഈ ഒരു താരിഫ് 100% ഉയർത്തുമെന്നും 2029 ആകുമ്പോൾ അത് 200% കുത്തനമായി വർദ്ധിപ്പിക്കുമെന്നുമാണ് ട്രംപിൻ്റെ ഭീഷണി. അപ്പോൾ ഇവിടെ ഈ ഒരു പോളിസിയിലൂടെ അമേരിക്ക ഉദ്ദേശിക്കുന്നത് മരുന്ന് നിർമ്മാണം അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുവരാനും മറ്റ് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറക്കാനുമാണ്. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് വേണമെങ്കിൽ US അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള അനുമതി നൽകും. അതിനാണ് ഈ 2 വർഷത്തെ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ ഫാർമസി എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ ഫാർമ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനത്തിൻ്റെ 40% മുതൽ 50% വരെ വിതരണം ചെയ്യുന്നത് ഈ ജനറിക് മരുന്നുകളാണ്. ഇപ്പോൾ സൺഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ്, ലൂപ്പിൻ പോലെയുള്ള സ്റ്റോക്കുകളുടെ പ്രധാന വരുമാന മാർഗ്ഗം ഇതാണ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു വാർത്ത 2 വർഷത്തേക്ക് തൽക്കാലം ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാനിക് സിറ്റുവേഷൻ ഇല്ലെങ്കിലും അമേരിക്കയിലെ പുതിയ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഇവർ നിർബന്ധിതമാകുന്നത് ഇവരുടെ കാപെക്സ് ഉയരാനും അത് പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നതോടെ ഇൻവെസ്റ്റേഴ്സ്
ഒരു ലോങ് ടേമിലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഫാർമ സ്റ്റോക്കുകളിൽ വിൽപ്പന നടത്തിയിരിക്കുന്നത്. എങ്കിലും ഇതൊരു നെഗോഷിയേഷൻ ടാക്ടിക്സ് മാത്രമായിട്ടാണ് പൊതുവെ ചില എക്കണോമിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ഏതായാലും ട്രംപ് ഇത്തരത്തിലുള്ള ഭീഷണികൾ പലപ്പോഴും മുഴക്കാറുണ്ട്. ഇന്ത്യ US ട്രേഡിൽ ഏതെങ്കിലും ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു നീക്കമായിട്ടും നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. അതുപോലെ ഇന്ന് മാർക്കറ്റിൽ വമ്പിച്ച ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ബന്ധൻ ബാങ്ക്. ഏകദേശം 15 മുതൽ 16% വരെ ഈ സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ Q1 റിസൾട്ടുകൾ പുറത്തു വന്നതിന് ശേഷമാണ് ഈ രീതിയിലുള്ള ഒരു ഇടിവുണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെ നമുക്ക് കാണാൻ കഴിയും നെറ്റ് പ്രോഫിറ്റിൽ 35% വർധനം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും സ്റ്റോക്ക് ഇടിയാനുള്ള കാരണം ബാങ്ക് തങ്ങളുടെ വരാനിരിക്കുന്ന ഫൈനാൻഷ്യൽ ഇയറിൽ റിട്ടേൺ ഓൺ അസറ്റ് അതിൻ്റെ ടാർഗറ്റ് 1.6 1.8 എന്ന ലെവലിൽ നിന്നും 1% അതുപോലെ 1.4% ആയിട്ട് കുറച്ചത് വരും ക്വാർട്ടറുകളിൽ ബാങ്കിൻ്റെ ആ ഒരു പ്രോഫിറ്റബിലിറ്റി പ്രതീക്ഷത്ര ഉയരില്ലെന്നുള്ള ഒരു മാനേജ്മെൻറ്റ് സൂചനയായിട്ട് ഇൻവെസ്റ്റേഴ്സ് കണക്കാക്കുകയും അത് അവരെ നിരാശരാക്കുകയും ചെയ്തു. കൂടാതെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 35% ഉയർന്നിട്ട് 501 കോടി ആയിട്ടുണ്ടെങ്കിലും ഈ പ്രൊവിഷനുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആ ഒരു തുക അത് കുറച്ചത് കൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നത്. കൂടാതെ ഈ ഡെപ്പോസിറ്റുകൾ സമാഹരിക്കാനുള്ള ആ ഒരു കടുത്ത കോമ്പറ്റീഷനും അതുപോലെ തന്നെ ഈ ലോൺ എക്സ്പെൻസുകൾ ഉയരുന്നതും ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനെ മറ്റ് ബാങ്കുകൾക്ക് സംബന്ധിച്ചതുപോലെയുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറയുന്നത് പ്രോഫിറ്റബിലിറ്റിയെ ഫ്യൂച്ചറിൽ ബാധിക്കുമെന്നുള്ള ആശങ്കയുമുണ്ട്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ Q1 റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടിലാൽ ഒസ്വാൾ, നുവാമ തുടങ്ങിയ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഇതിൻ്റെ റൈറ്റിംഗ് ബൈ ലെവലിൽ നിന്നും ന്യൂട്രൽ അല്ലെങ്കിൽ ഹോൾഡ് എന്ന ലെവലിലേക്ക് കുറച്ചതും ഈ സ്റ്റോക്കിൽ പെട്ടെന്നുള്ള ഒരു ഇടിവിന് കാരണമായി. എങ്കിലും ഈ സ്റ്റോക്ക് ഒരു റിക്കവറി നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും അടുത്ത 2 ക്വാർട്ടറുകളിൽ അവർക്ക് അവരുടെ വളർച്ച വർദ്ധിപ്പിക്കുവാനും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നിലനിർത്താനും സാധിച്ചാൽ മാത്രമേ അവർ പഴയ നിലവാരത്തിലേക്ക് തിരിച്ചെത്തുകയുള്ളൂ. ബാങ്കിങ് സെക്ടറിൽ ഓൾറെഡി നിലനിൽക്കുന്ന ആ ഒരു സെല്ലിംഗ് പ്രഷറും ഈ സ്റ്റോക്കിനെ ഇപ്പോൾ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ ആയിട്ട് വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഗ്ലോബൽ ലെവൽ ഏറ്റവും വലിയ ഒരു ഫൈനാൻഷ്യൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയയിലെ മാക്വറി ഗ്രൂപ്പ്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് മാക്വറിയുടെ റിസർച്ച് റിപ്പോർട്ടുകൾ വലിയ തോതിൽ ആശ്രയിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പോർട്ട്ഫോളിയോയിൽ നടത്തുന്ന ചേഞ്ചസ് ആ സ്റ്റോക്കുകളിൽ ഒരു ഔട്ട്ഫ്ലോയും ഇൻഫ്ലോയും ഉണ്ടാക്കാൻ കാരണമാകും. അപ്പോൾ സാധാരണ ഈ മാക്വറി മറ്റ് ബ്രോക്കറേജുകൾ പോലെ ബൈ സെൽ ഹോൾഡ് സജഷൻസും അതുപോലെ തന്നെ ടാർഗറ്റ് പ്രൈസും മാത്രമാണ് നൽകിയിരുന്നത്. എന്നാൽ അവർ പിന്നീട് പോർട്ട്ഫോളിയോ നിർമ്മാണം നിക്ഷേപകർക്ക് കൂടുതൽ എളുപ്പമാക്കാനായിട്ട് ആരംഭിച്ച ഒരു പ്രത്യേക കാറ്റഗറൈസേഷൻ രീതിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ 3 കാറ്റഗറികളിലായിട്ട് അവർ സ്റ്റോക്കുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് 6 സ്റ്റാർസ്, മറ്റൊന്ന് 6 ഹിറ്റേഴ്സ്, മറ്റൊന്ന് റൈസിംഗ് സ്റ്റാർസ്. ഈ രീതിയിൽ 3 കാറ്റഗറിയാണ് അവിടെ കാണാൻ കഴിയുക. അപ്പോൾ 6 സ്റ്റാർ എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സുരക്ഷിതമായ ലോങ് ടേം സ്റ്റെബിലിറ്റി കാണിക്കുന്ന ലാർജ് ക്യാപ് സ്റ്റോക്കുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് HDFC ബാങ്കിനെ അതിൽ നിന്നും മാറ്റിയിട്ട് ICICI ബാങ്കിനെ അവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഇതിലുള്ള മറ്റ് 5 സ്റ്റോക്കുകൾ ഒന്ന് ടൈറ്റാൻ, മറ്റൊന്ന് ഭാരതി എയർടെൽ, ഡിവിസ് ലബോറട്ടറീസ്, JSW സ്റ്റീൽ, TVS മോട്ടോർ കമ്പനി എന്നിവയാണ്. അതുപോലെ 6 ഹിറ്റേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ, അതായത് ഷോർട്ട് ടു മീഡിയം ടേം മൊമെൻറ്റം കാണിക്കുന്ന സ്റ്റോക്കുകൾ എന്നുള്ള രീതിയിൽ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന സ്റ്റോക്കുകളാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് പവർ ഗ്രിഡാണ്. ഇപ്പോൾ ആക്സിസ് ബാങ്കിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പവർ ഗ്രിഡിനെ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ശ്രീ സിമെൻറ്റ്, അത് ടോറൻറ്റ് ഫാർമയെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ശ്രീ സിമെൻറ്റിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതുപോലെ ഡിക്സൺ ടെക്നോളജീസ്, മാരിക്കോ, ഹുണ്ടായ് മോട്ടോഴ്സ്, ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവയാണ് മറ്റ് സ്റ്റോക്കുകൾ. ഇതുപോലെ മറ്റൊരു കാറ്റഗറിയാണ് റൈസിംഗ് സ്റ്റാർസ്. അതുപോലെ ഭാവിയിലുള്ള വളർച്ച, ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ സാധ്യതയുള്ള, ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളാണ് ഇവിടെ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ അവർ മുമ്പേ ഉള്ള കാറ്റഗറിയിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിലുള്ള 6 സ്റ്റോക്കുകളിൽ ഡെലിവറി, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ലെൻസ്കാർട്ട് സൊല്യൂഷൻസ്, ഫിനിക്സ് മിൽസ്, യുനോമിൻഡ, ലെമൺ ട്രീ ഹോട്ടൽസ് എന്നീ സ്റ്റോക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി നമ്മൾ ഇന്ന് മാർക്കറ്റിൽ അപ്പർ സർക്യൂട്ടിലേക്ക് പോയ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ അത് ഇമാമി പേപ്പർ മിൽസ് ആണ്. അപ്പോൾ അതിൻ്റെ Q1 റിസൾട്ട് വലിയ തോതിൽ വർദ്ധിച്ചതാണ് ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പേപ്പർ സെക്ടർ സ്റ്റോക്കുകളിൽ പല ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും ഇന്ന് നേരിയൊരു ഉണർവ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എല്ലാ പേപ്പർ കമ്പനികളും ഒരുപോലെ അപ്പർ സർക്യൂട്ട് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മൊമെൻറ്റം ഒരു പേപ്പർ സെക്ടറിൽ നമ്മൾ കാണുന്നതിന് പ്രധാന കാരണം കഴിഞ്ഞ ഏതാനും ക്വാർട്ടറുകളിലായിട്ട് ഈ പൾപ്പ് അതുപോലെ വേസ്റ്റ് പേപ്പർ ഇതിൻ്റെയൊക്കെ പ്രൈസ് വലിയ തോതിൽ ഷൂട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത് പേപ്പർ കമ്പനികളുടെ മാർജിനുകൾ വലിയ തോതിൽ പ്രഷർ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ ഒരു ക്വാർട്ടറിൽ ഇത്തരത്തിലുള്ള റോ മെറ്റീരിയലിൻ്റെ വിലയും അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ചാനലുകളുടെ ചെലവുകളുമൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ അത് മൊത്തത്തിലുള്ള ഓപ്പറേറ്റിംഗ് മാർജിൻ മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. ഈ ഇമാമി പേപ്പർ പ്രധാനമായിട്ടും ബോർഡ് അതുപോലെ പാക്കേജിംഗ് പേപ്പറുകളാണ് കൂടുതൽ അവരുടെ ബിസിനസ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഇ കൊമേഴ്സ്, ഡിജിറ്റൽ പാക്കേജിംഗ് മേഖലകളിൽ നിന്നുള്ള വർദ്ധിച്ച ഡിമാൻഡ് അവരുടെ പ്രോഫിറ്റ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത് മുൻനിര സ്റ്റോക്കുകളായിട്ടുള്ള JK പേപ്പർ, വെസ്റ്റ് കോസ്റ്റ് പേപ്പർ, ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാക്കും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ന്യൂസ് പ്രിന്റ്, പാക്കേജിംഗ് ബോർഡ്, റൈറ്റിംഗ് പേപ്പർ എന്നിങ്ങനെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ഇതിൽ പാക്കേജിംഗ് ക്വാളിറ്റി ബോർഡ് നിർമ്മിക്കുന്ന കമ്പനികൾക്കാവും മെച്ചപ്പെട്ട റിസൾട്ട് വരാൻ സാധ്യത. നമ്മൾ ഇന്ന് നിഫ്റ്റിയുടെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പുട്ട് കോൾ റേഷ്യോ ഇപ്പോൾ 0.7 എന്ന ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്നിൽ താഴെ അത് 0.7 എന്ന ലെവലിലേക്ക് വന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഷോർട്ട് ടേമിൽ ഒരു ബിയറിഷ് മൂഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അത് തരുന്നത്. അപ്പോൾ 24,000 എന്നുള്ള ഒരു കീ സപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് 23,800 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്സൈഡിൽ അതുപോലെ 24,100, 24,150 ലെവലുകളിലേക്ക് ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാം. കാരണം അവിടെ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നല്ലതോതിൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് തന്നെ അതിന് മുകളിലേക്ക് മാർക്കറ്റ് പോകാൻ അടുത്ത ദിവസങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. എങ്കിലും യുദ്ധമുഖത്ത് നിന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വരികയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.